ആതുര സേവന രംഗത്ത് 40 വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ വിശ്വാസതയും നേടിയ തൃശൂരിലെ സുധർമ്മ മെട്രോപോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും 40 വർഷത്തെ സേവന പാരമ്പര്യം, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 400-ൽ പരം ടെസ്റ്റുകൾ, 200-ലധികം ലാബുകൾ, കൃത്യമായ രോഗനിർണയം, കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ്. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി, ഗണപതി കോംപ്ലക്സ്, കോടതിക്ക് പിൻവശം, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. മെഡിക്കൽ കോളേജിൽ രോഗികൾ സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങി നൽകേണ്ട ദുരവസ്ഥയാണെന്ന ഡോക്ടർ ഹാരിസിന്റെ തുറന്നുപറച്ചിൽ നിയമസഭയിൽ ശരിവെച്ച് ആരോഗ്യമന്ത്രി. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽപ്പെട്ട രോഗികൾ പോലും ചികിത്സയ്ക്ക് പണം ചെലവാക്കേണ്ട സാഹചര്യം ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്ന് ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങാൻ 8.66 കോടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ചിലവാക്കിയെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി UDF കാലത്ത് ചെലവഴിച്ച തുകയുടെ താരതമ്യവും നടത്തി. ഇതോടെ സിസ്റ്റത്തിന്റെ തകരാർ 10 വർഷമായി തീർത്തില്ലേ എന്നായി പ്രതിപക്ഷം. പഞ്ഞി പോലും വാങ്ങി ചികിത്സയ്ക്ക് പോകേണ്ട ഗതികേട്ടിലാണ് രോഗികളെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ആരോഗ്യ മേഖലയിൽ സർക്കാർ കൈവരിച്ച നേട്ടങ്ങളിൽ സംവാദത്തിന് ആരോഗ്യമന്ത്രി പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. ജില്ലാ ആശുപത്രികളുടെ ബോർഡ് മാറ്റിവെച്ചതല്ലാതെ പ്രതിപക്ഷം എന്തു ചെയ്തെന്നായി ആരോഗ്യമന്ത്രി മറുചോദ്യം ഉയർത്തി. ഇതോടെ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തെക്കുറിച്ച് അറിവില്ലാത്ത മന്ത്രിയോ എന്ന് പ്രതിപക്ഷം വീണ്ടും ചോദിച്ചു. അതിനിടയ്ക്ക് പൊതുജനാരോഗ്യ മേഖലയിലെ നേട്ടങ്ങളിലേക്ക് ഭരണനിരയിൽ നിന്ന് നീട്ടിയൊരു ചോദ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണവും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് ആരോഗ്യ വകുപ്പെന്നായിരുന്നു പരാമർശം. സ്വകാര്യ മേഖലയിലേക്ക് രോഗികളെ തള്ളിവിടാൻ ആസൂത്രിത ശ്രമം സംസ്ഥാനത്തുണ്ടെന്ന് പരസ്പര ആക്ഷേപവും സഭയിൽ ഉയർന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.